ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു മലയാളം ഭാഷയിൽ മാത്രമല്ല ഒരുപാട് ഭാഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോയാണ്. ആ ഷോയെ സംബന്ധിച്ചിടത്തോളം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പലതരമുള്ള അഭിപ്രായമാണ് ഉള്ളത്. പലതരത്തിലുള്ള ഭാഷയിലെ ആൾക്കാരും അത് കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിലെ ഒരു വാർത്ത അല്ലെങ്കിൽ ബിഗ് ബോസിൽ വളരെയധികം സുരക്ഷിതമായി വയ്ക്കേണ്ട ഒരു വാർത്ത പ്രേക്ഷകരുടെ ഇടയിലേക്ക് ചോർന്നു പോകുന്നു എന്നതാണ് സത്യം. അതും ബിഗ് ബോസ് മലയാളത്തിലാണ് സംഭവിക്കുന്നത് എന്ന് വേണം പറയാൻ. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ എല്ലാവരും പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ തന്നെ ഇതേ കാര്യത്തെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാം. പ്രേക്ഷകരെല്ലാവരും എടുത്തു നോക്കുന്നതും ഇതേ കാര്യമാണ്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം, പ്രത്യേകിച്ച് എവിക്ഷൻ സമയത്തുള്ള കാര്യം. എവിക്ഷൻ സമയത്തിന് ബിഗ് ബോസ് അറിയുന്നതിന് മുൻപേ തന്നെ പലരും ഇവിടെ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ അറിയുന്നു എന്നാണ് പറയുന്നത്. ആരാണ് ഈ വീക്കിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ബിഗ് ബോസ് പറയുന്നതിന് മുൻപോ അല്ലെങ്കിൽ പ്രൊമോ വരുന്നതിന് മുൻപോ തന്നെ അറിയുന്നുണ്ട്. ബിഗ് ബോസിലെ വോട്ടിംഗ് ലിസ്റ്റ് എല്ലാം അവസാനിക്കുന്നത് വെള്ളിയാഴ്ചയോടെയാണ്. ശനിയാഴ്ച വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ഏകദേശം വോട്ടിൻ്റെ കണക്കുകളെല്ലാം പുറത്തു വരും. ചില ചാനലുകൾ അല്ലെങ്കിൽ ചിലർ ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇത് പുറത്തുവിടുന്നുണ്ട്. കൃത്യമായ രേഖകൾ അനുസരിച്ചാണ് ഇത് പുറത്തുവിടുന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഭൂരിഭാഗം പേരും ഇതിൻ്റെ വോട്ടിംഗ് ലിസ്റ്റിനെ ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം വാർത്തയിൽ വന്നിരുന്നു. എന്നാൽ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള ആരോ തന്നെയാണ് ഇത് ചോർത്തിക്കൊടുക്കുന്നത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നൊരു പരിപാടിയാണ്. മോഹൻലാലിനെ പോലൊരു താരം ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നൊരു പരിപാടിയാണ്. എന്നിട്ടും ആ പരിപാടിയെക്കുറിച്ച് ഇത്തരത്തിലാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത്. ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് തന്നെയാണ് പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ മോശമായി തന്നെ പ്രതികരിക്കാൻ സാധിക്കില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ആരാധകർക്ക് ഇത് കൃത്യമായി മനസ്സിലാകുന്നുമുണ്ട്. എല്ലാവരും ഇത് സത്യമാണോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് എന്നൊരു ഷോയിൽ തന്നെ ഇത് സംഭവിക്കുക, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നൊരു ഷോയെ സംബന്ധിച്ച് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുക, ഇത് വളരെയധികം കൃത്യമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഷോയിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെയധികം തന്നെ എല്ലാവരും ഭയപ്പെടുത്തുന്ന ഒന്നായി തന്നെ പറയുന്നു. ഇങ്ങനെ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാത്ത രീതിയിലേക്കാണോ ഇത് എത്തുന്നതെന്നും പലരും ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ വളരെയധികം സെക്യൂരിറ്റി റീസൺസ് ഉള്ളത് കൊണ്ട് തന്നെ പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ കുറവാണ് എന്ന് പറയാം. ബിഗ് ബോസിൽ ഈ ആഴ്ച ഇന്ന ആള് പുറത്താകുമെന്ന് വെറുതെ പറയുന്നത് പോലെയല്ല. ചിലരെല്ലാം കൃത്യമായി ഇത് പറയുന്നത് എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് ഷോയിൽ തന്നെ ചോർത്താനുള്ള ആളുകളുണ്ട് എന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പലരെയും ഇപ്പോൾ പുറത്താക്കി എന്നുമാണ് അറിയാൻ കഴിയുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വാർത്ത. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.